തിരുവനന്തപുരം ഇടപ്പഴഞ്ഞിയിൽ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ഇടപ്പഴഞ്ഞി സ്വദേശി 60-കാരൻ ജസ്റ്റിൻ രാജ്. കൊലപാതകമെന്നാണ് പ്രാഥമിക വിവരം. ഇതര സംസ്ഥാന തൊഴിലാളികൾ കൊലപ്പെടുത്തി കടന്നുകളഞ്ഞതെന്നാണ് സൂചന. പോലീസ് വിശദാന്വേഷണം നടത്തുന്നുണ്ട്. പറഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് പുള്ളിയെ വിളിച്ചതിന് ശേഷം പുള്ളി പ്രതികരിക്കുന്നില്ല. രാവിലെ 9:15 മുതൽ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല. ഏകദേശം ഉച്ചയ്ക്ക് ശേഷമായപ്പോഴത്തേക്ക് ഫോണ് രണ്ടും സ്വിച്ച് ഓഫായി. ഫൈനലി ഇവിടെ ഇങ്ങനെ ഒരു റെൻറ്റിന് എടുത്തൊരു വീടുണ്ട്, കടയുടെ സ്റ്റാഫുകളൊക്കെ താമസിക്കുന്നുണ്ട്. അവിടെ ഒന്നും കൂടെ പോയി നോക്കാം എന്ന് പറഞ്ഞാണ് മാനേജരും വേറൊരാളും കൂടെ ചേർന്ന് എന്നെയും കൂടെ കൂട്ടി ഇവിടെ കൊണ്ടുപോകുന്നു. വണ്ടിയില്ല, അവരില്ല. എൻ്റെ 2 സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട്. അവരെ ഒന്ന് നോക്കിയിട്ട് ഞാൻ ഇതാ വരണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ പറഞ്ഞു. രാഹുൽ ജി നാഥാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, കൊലപാതകമെന്ന് മ്യൂസിയം പോലീസിന് സംശയം ബലപ്പെടാൻ കാരണം 2 ഇതര സംസ്ഥാനക്കാരെ കാണുന്നില്ല എന്നുള്ളതുകൂടിയല്ലേ? എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ? അനശ്വര, ഇന്ന് രാവിലെ 9 മണിക്കാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയ ജസ്റ്റിൻ എന്നയാൾ, നമ്മൾ കുറച്ച് മുൻപ് ഇപ്പോൾ പ്രക്ഷേപണം ചെയ്ത ഈ ബൈറ്റ് തന്ന ജസ്റ്റിൻ എന്നയാളുടെ സുഹൃത്തുക്കളാണ്. ആളുടെ സ്കൂട്ടറുമായി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സ്കൂട്ടർ വാങ്ങുന്നത്. സ്കൂട്ടർ വാങ്ങിയപ്പോൾ പറഞ്ഞ് എൻ്റെ കടയിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കാണണം, അവരുടെ അടുത്തേക്ക് പോവുകയാണ്, സ്കൂട്ടർ 5 മിനിറ്റിനുള്ളിൽ കൊണ്ടുതരാമെന്നാണ് പറഞ്ഞത്. ഉച്ചയായിട്ടും സ്കൂട്ടറുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല, തിരിച്ചെത്തുന്നില്ല. അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകാൻ സ്റ്റാലിൻ തീരുമാനിക്കുന്നത്. ആ പരാതിക്കൊടുവിലാണ് ഈ വാടക വീട് കണ്ടുപിടിക്കുന്നത്. 1 മാസം മുൻപ് മാത്രമാണ് തൊഴിലാളികൾക്കായി ജസ്റ്റിൻ ഈ വീട് വാടകയ്ക്ക് എടുത്തത്. അപ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായും സംശയമായി നിൽക്കുന്നത്. ഒന്ന്, ജോലിക്കെത്താത്ത തൊഴിലാളികളെ കണ്ട് തിരികെ വിളിക്കാനോ അതിന്മേൽ ഒരു സംസാരം നടത്താനോ ജസ്റ്റിൻ പോയതാണ് എന്നുള്ളതാണ് ഒരു നിഗമനം. മറ്റൊന്ന്, ഈ നൽകുന്ന പണം, അതായത് തൊഴിലാളികൾക്ക് നൽകുന്ന പണവുമായി ബന്ധപ്പെട്ടൊരു തർക്കം അതുണ്ടായോ എന്നുള്ള സംശയവും. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണോ പോയത് എന്നുള്ള ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് പോവുകയാണെന്ന് ജസ്റ്റിൻ ആരോടും പറഞ്ഞിരുന്നില്ല. സുഹൃത്തിനോട് സ്കൂട്ടർ ഇപ്പോൾ തരാം, ഈ സ്ഥലത്തേക്ക് പോകണമെന്ന് മാത്രമാണ് പറഞ്ഞത്. പിന്നീട് പോലീസ് എത്തിയപ്പോൾ കണ്ടത് ഇത്തരത്തിൽ ഈ കേരള കഫേ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഉടമ ജസ്റ്റിൻ്റെ മൃതദേഹം ഈ ഇടപ്പഴഞ്ഞിലെ ഈ വാടക വീട്ടിന് പുറകിൽ കിടക്കുന്നതായാണ്. ആ വീട്ടിൽ അപ്പോൾ ഉണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ജസ്റ്റിൻ വന്ന ആ സ്കൂട്ടറും കാണുന്നില്ല. അതായത് ഈ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ, അവർ കുറേയധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടാണ് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. അതിൽ തന്നെ ഈ 2 പേർ, സംശയിക്കുന്ന 2 പേർ ഈ സ്കൂട്ടറുമായി കടന്നു കളഞ്ഞു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ കസ്റ്റഡിയിലുണ്ട്, കുറച്ച് പേർ. അവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അവരിൽ നിന്നായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുക. എന്തായാലും ഈ 2 പേർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 പേരെ ഇപ്പോൾ ആ സ്ഥലത്ത് നിന്ന് കാണാത്തത് കൊണ്ട് തന്നെയാണ് കൊലപാതകമാണോ എന്നുള്ള സംശയം ബലപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു വൈരാഗ്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരം ചർച്ചയ്ക്ക് പോവുകയാണെന്നൊരു അറിയിപ്പ് സുഹൃത്തുക്കൾക്ക് ആർക്കും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇതെന്താണ് സംഭവിച്ചെന്ന ഒരു ആശങ്കയായിരുന്നു. എന്നാൽ ഈ 2 പേരെ കാണാതായതോടുകൂടി ഇതൊരു കൊലപാതകമാണോ എന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത്. അനശ്വര, രാഹുൽ, ആ വീട്ടിൽ മറ്റ് ഇതര സംസ്ഥാനക്കാരുണ്ടായിരുന്നു, അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ചോദ്യം ചെയ്യലിൽ നിന്നും ഈ കടന്നു കളഞ്ഞ 2 പേർ എവിടെ നിന്ന് വന്നവരാണ്, അവരുടെ പശ്ചാത്തലമോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? നിലവിൽ എന്തായാലും അവരുടെ വിവരം രഹസ്യമായി പോലീസ് സൂക്ഷിക്കുകയാണ്. കാരണം അവർ എങ്ങോട്ട് പോയി എന്നുള്ള വിവരം മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത ശേഷം, അവരെ കൂടി പിടികൂടിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് മ്യൂസിയം പോലീസ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടവർ നിൽക്കുകയാണ്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ട് മൃതശരീരം. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടന്നതിന് ശേഷം എത്തരത്തിലാണ് മരണം സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. അതുകൂടി ചേർത്തിട്ടാകും ഇവർ പ്രതികളാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാകുക. അതുകൊണ്ട് തന്നെയാണ് പോലീസും ഇപ്പോൾ കാത്തിരിക്കുന്നത്. എന്തായാലും ഈ 2 പേരെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അതിന് പിന്നാലെ തന്നെയാണ് പോലീസ് ഉള്ളത്. ശരി, രാഹുൽ ജി നാഥാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വഴുതക്കാട്ടെ കേരള കഫേ സ്ഥാപന ഉടമ എങ്ങനെ മരിച്ചു എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 2 പേർക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്.